ലോക സുന്നി സമൂഹത്തിന്റെ ആചാര്യന്മാർ, ഉസ്മാനി ഖിലാഫത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന പണ്ഡിതന്മാർ, ഷെയ്ഖ് സാഹിദ് അൽ കൗസരി, ഷെയ്ഖ് മഹ്മൂദ് സബരി അൽ ആഫന്ദി, അലവി അൽ മാലികി, ഹബീബ് അലി അൽ ജിഫ്രി, ഷെയ്ഖ് ഹബീബ് ഉമർ, അദ്ദേഹത്തിന്റെ പിതാവ്, ഓരോന്നായി നേരത്തെ ഞാൻ പറയാം. മഹ്മൂദ് സബരി അൽ ആഫന്ദി അവസാനത്തെ ഷെയ്ഖുൽ ഇസ്ലാമാണ് തുർക്കി ഖിലാഫത്ത് സുന്നി ഖിലാഫത്താണെന്ന് നിങ്ങൾ പറയുന്നു. അദ്ദേഹം അൻവർ ഷാ അൽ കശ്മീരിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിതാബ് മിർഖാത്ത് എന്റെ അരികിൽ അൽ അസ്ഫാർ അൽ അർബഅ എന്ന സദർ ഷിറാസിയുടെ കിതാബിനേക്കാൾ ഉന്നതമാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ മൗഖിഫുൽ ഇൽമിൽ 327-ാമത്തെ പേജിൽ അൻവർ ഷാ കശ്മീരിയുടെ കിതാബിൽ നിന്ന് ബഹുമാനപൂർവ്വം അതി ഉദ്ധരിച്ചു. ഒന്ന്. രണ്ടാമത്തെ തുർക്കി ഖിലാഫത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന ഷെയ്ഖ് സാഹിദ് അൽ കൗസരി അദ്ദേഹത്തിന്റെ മഖാലാത്തിൽ പറഞ്ഞു, ദാറുൽ ഉലൂം ദയ്യൂബന്ദിയ അസ്ഹറുൽ അഖ്താരിൽ ഹിന്ദിയ. ദാറുൽ ഉലൂം ദയ്യൂബന്ദ് ഇന്ത്യയിലെ അസ്ഹറാണ്, സമുന്നത ദീനി. പൂർത്തിയാക്കട്ടെ, നിങ്ങൾ പറഞ്ഞ ഇടയിൽ ഞാൻ പറയില്ല കേട്ടോ. ദാറുൽ ഉലൂം ദയ്യൂബന്ദ് ഇന്ത്യയിലെ അസ്ഹറാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മഖാലാത്തിൽ പറഞ്ഞു, ഇബ്നുൽ ഹുമാമിന് ശേഷം അൻവർ ഷാ കശ്മീരിയെ പോലൊരു പണ്ഡിതൻ വന്നിട്ടില്ല. അദ്ദേഹം മറ്റൊരു കിതാബിൽ എഴുതി, നമ്മുടെ ഇന്ത്യയിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഹദീസിന്റെ സേവനത്തിന് വലിയ പങ്ക് വഹിച്ചു. 2 പേജ് നിങ്ങളുടെ ഉസ്താദായ സാക്ഷാൽ അണ്ടോണ കാഫിറാക്കിയ കുഫ്റുപരമായ വിശ്വാസമുള്ളത്. കാഫിറാക്കി ഞാൻ പറയുന്നില്ല, ചില ബാക്കിയായിട്ട് അല്ലാഹു അലം. എന്നാലും അഹമ്മദ് റളിയല്ലാഹു ഖാൻ പറയുന്നത് ആക്കിയിട്ടുണ്ട്, വ്യക്തമായിട്ടാക്കിയിട്ടുണ്ട്. അവരെ കുറിച്ച് അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു. ഷെയ്ഖ് സാഹിദ് അൽ കൗസരി, സയ്യിദ് അലവി മാലിക്കിയുടെ മഫാഹിം അവതാരിക എഴുതാൻ അന്താരാഷ്ട്ര പണ്ഡിതന്മാരെ അദ്ദേഹം ഏൽപ്പിച്ചു. 39-ാമത്തെ പേജിൽ അവതാരിക എഴുതിയത്, 40-ാമത്തെ പേജ്, 41-ാമത്തെ പേജ്, 57, 58, 59 അവതാരിക എഴുതിച്ചത് ദൈവന്തി പണ്ഡിതന്മാരെ കൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സനദിൽ 4 പേര് ദൈവന്തികളാണ്. അദ്ദേഹത്തിന് നിങ്ങൾ പാരമ്പര്യം പറഞ്ഞല്ലോ, അദ്ദേഹം നബിയിലേക്ക് എത്തുന്നത് 4 ദൈവന്തികളുടെ ഞാൻ പേര് പറഞ്ഞുതരാം. മുഫ്തി ഷഫീ, ഷെയ്ഖ് ബിന്നൂരി, അതുപോലെ മറ്റു 2 പേരും കൂടെ. 240-ാമത്തെ പേജിൽ അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദ് സാക്ഷാൽ അണ്ടോണ അമ്പേട്ടവി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഖാലൽ അല്ലാമ അൽ മുഹദ്ദിസുൽ കബീർ ഖലീൽ അഹ്മദ് അസ്സഹാറംപൂരി ഫീ കിതാബിഹി ബദലുൽ മജ്ഹൂദ് ശറഹി സുനനി അബി ദാവൂദ്. ഉഗ്ര പണ്ഡിതനായ മഹാനായ മുഹദ്ദിസ് ഖലീൽ അഹ്മദ് അസ്സഹാറംപൂരി പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതിയ കിതാബിൽ സക്കീർ റഹ്മത്തുള്ളാഹിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വിനീത വിധേയൻ ഖാദിമു നിആലിക്കും, നിങ്ങളുടെ ചെരുപ്പുകളുടെ സേവകൻ. അവരുടെ ചെരുപ്പുകൾക്ക് സേവനം ചെയ്യുന്നത് മഹത്തായിട്ട് കണ്ടിരുന്ന ആളാണ് നിങ്ങളുടെ മർക്കസിന് അടിത്തറവാകിയത്. ഇനി പറയാം, നിങ്ങളുടെ ഷെയ്ഖുമാരാണിത്. ഷെയ്ഖ് ഹബീബ് ഉമർ അദ്ദേഹത്തിന്റെ പിതാവ്. പിന്നെ നിങ്ങൾക്ക് ഹബീബ് അലി ജിഫ്രിനെ അറിയില്ലെന്ന് പറയരുത്. കേരളത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ വാക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ഹദറമൗത്തിലുള്ള വലിയ സുന്നി പണ്ഡിതനാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിലുള്ള തബ്ലീഗിന്റെ ദഅവത്തിന്റെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഒരു മജ്ലിസിൽ ദുആക്ക് വേണ്ടി ഷെയ്ഖ് യൂസുഫ് മോട്ടാലയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ലോക സുന്നി സൂഫി അഷ്അരി പണ്ഡിതരെ കുറിച്ച് എന്ത് പറയുന്നു? അതായത് ഇവർ അംഗീകരിക്കുന്ന കുറെ മഹാന്മാരാകുന്ന ആളുകളെ കുറിച്ച് കുറെ സുന്നി പണ്ഡിതന്മാരെ കുറെ മാത്രം പറഞ്ഞിട്ടുണ്ട്. അത് ജഹ്ദാദിയുടെ മേഖലയിൽ അങ്ങനെ കുറേ പറയും. പക്ഷേ ഈത്തിക്കാതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെയാണ് വരാറ് എങ്കിലും ഒരു തകരാറിലാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ബന്ധുക്കളൊന്നും അംഗീകരിക്കുക. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ഇസ്തിഹാസ് അംഗീകരിച്ച ആൾക്കാരാണ്. ഉദാഹരണം പറയാം, അള്ളാഹു അല്ലാത്ത നബിമാരടക്കമുള്ള മഹാന്മാരോട് നേരിട്ട് കൊണ്ടുള്ള സഹായം ചോദിക്കുക. ഇവരൊക്കെ അംഗീകരിച്ച ആളുകൾ. ആ ഒരു ചോദ്യത്തിനെ കുറിച്ച് തെറ്റാണ് എന്ന് മുജാഹിദും ജമാഅത്തും പറയുന്നത് പോലെ പറഞ്ഞു. ഉദാഹരണം 10-ാം വർഷം ഞാൻ റസൂലുള്ളാഹിനെ വിളിക്കൽ എങ്ങനെയും ചോദിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞതാണ്. ആ തരം വിശ്വാസമുള്ള ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അത് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് കുറിച്ച് പറയാം? അപ്പോൾ അവർക്കുള്ള ഇൽമും കഴിവും അത് അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ കയറ്റിയിട്ടുണ്ടാവും. അത് പറയും, അത് വലിയ പ്രസംഗത്തെ പറ്റി ചിലപ്പം പ്രസംഗത്തിലെ തിരക്കില്ല, പക്ഷെ പറഞ്ഞത് ശരിയില്ല, അങ്ങനെ പറയും. അപ്പോൾ തെളിവുകൾ 10 പേർക്ക് പുകഴ്ത്തികളെന്ന് പറയാൻ പറ്റില്ല. ആ പുകഴ്ത്തലിൻ്റെ അർത്ഥം കഴിവ് അംഗീകരിച്ചു, അതേ സമയത്ത് ഞാൻ പറഞ്ഞതൊന്നും കിട്ടപ്പെട്ടില്ല. ഇതേപോലെ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ അപകടങ്ങൾ പിടിച്ച വാദങ്ങളെ കുറിച്ച് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ഈ പറഞ്ഞ പണ്ഡിതന്മാർ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ അവർ ഇസ്തിഹാസ രൂപത്തിൽ
എതിർക്കുന്നുണ്ട്. അതെന്തായിരുന്നാൽ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിഷയം നമ്മൾ തർക്കത്തിരിക്കുന്ന വിഷയമല്ല. മഹാന്മാരുടെ കഴിവ് അംഗീകരിക്കലും അവർ വ്യത്യാസമാണ്. അതിനെ ന്യായീകരിച്ച് പരിശീലനത്തിൽ ഞങ്ങളുടെ പത്താമ പരിശീലിച്ച കാരണം പറയാം അങ്ങനത്തെ മാർഗങ്ങൾ വന്നിട്ട് വലിയ ആത്മീയങ്ങളല്ലേ. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനിട്ടിട്ടുണ്ട്. അത് പുരുഷന്മാർ ശരിക്കാം എന്നെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വിച്ച് പള്ളിനെ അംഗീകരിച്ചിട്ടുണ്ടോ? അവരർത്ഥം ഞങ്ങളുടെ വാദല്ലേ അവര് കഴിഞ്ഞ വിഷയം. ഞാനെന്താ പറയുക, ഇവരെല്ലാം എല്ലാ വിഷയത്തിലും യോജിപ്പെട്ടെന്നല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഉസ്താദ് സാക്ഷാൽ അണ്ടോണ ഒരു സങ്കോചം ഇല്ലാതെ കുബറാണെന്ന് പറഞ്ഞിരുന്ന ആളുകളെ പറ്റി കുളത്തിലെ തവളകളായ നിങ്ങൾക്ക് ലോക നേതാക്കളുടെ പത്രവും തിരിച്ചറിയാ ചെയ്യുന്നത്. അവരാ എഴുതിയത്, അവരറിയാതെ എഴുതുന്നത്. നിങ്ങളുടെ നേതാക്കൾ അറിയില്ലാതെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് ഒരാളെ പറ്റി പഠിക്കാതെ പറയോ? പിന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹി യാ റസൂലല്ലാഹ് കഹ്നാൻ ആജായിസിന്റെ നിരുപാധികൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപാധി വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവന്തി ഉലമാക്കൾക്ക് ഇസ്തിയാദിനെ പറ്റി ഒരു നിലപാടുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി അത് മറ്റൊരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. യാ റസൂലല്ലാഹ് ആലിമെ ഗൈബ് സമജ്കർ കഹ്ന, ആലിമുൽ ഗൈബാണെന്ന് കരുതി. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവില്ല, പക്ഷെ അഹമ്മദ് റസാഖാൻ പറയുന്ന ആളുകൾ കരുതുന്നുണ്ട്. അവർ ആലിമുൽ ഗൈബ് എന്ന നബിയെ പറ്റി പറയുന്നുണ്ട്. ഞാനൊരു മുഖാമുഖത്തിന് പെരുങ്ങാടി വെച്ച് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും റഷീദ് അഹമ്മദ് ഗംഗോയുടെ പത്രത്തോട് ഇരിക്കട്ടെ. നിങ്ങളുടെ ലോക നേതാക്കളെ പറ്റി അറിവില്ലാത്തവരാന്ന് പറയുന്നതിന് സമാണിത്. അവർ നോക്കാതെ പഠിക്കാതെ പറഞ്ഞു. നമ്മൾ അവരാ വശം നമ്മൾ പഠിക്കുന്ന പറഞ്ഞു ആരുമിൽ വൈബ് പറഞ്ഞിട്ടല്ല വളരെ വായിച്ച് വേണ്ടത് അത് മുഖേന അത് മുഖേന എന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ എന്ന് തന്നെ പത്താവശ്യം. അപ്പൊ അത് ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ മുഴുവനെ പറ്റിയിട്ടും പറഞ്ഞത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദഗതികൾ അത് വെച്ചിട്ട് അതുപോലെ ശരിയാണ് എന്ന് ഈ പറഞ്ഞ മുഖേറ്റി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് മുഖേന ഞാൻ നിങ്ങളോട് അങ്ങനെ അവരെല്ലാ വിഷയത്തിലും യോജിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയവും വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ വിനിയോഗിച്ച വിഷയങ്ങളുണ്ട്. അതിന് പുറമെ ആദരിച്ചിരുന്നു. പദ്ധതിയത്തിന്റെ പ്രസംഗത്തെ തിരക്കില്ല. മുമ്പ് 3-4 മണിക്കൂർ പ്രസംഗിച്ചതെന്ന് പറയും. പക്ഷേ പറഞ്ഞ ആശയം അപ്പൊ ഇത് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പദ്ധതിയത്തെ വിദ്യകൾ അംഗീകരിച്ചു പറയാൻ പറ്റുമോ? അവിടെ മനസ്സിലാക്കുന്നതാണ്. ഇസ്തിയാദിനെ പറ്റിയുള്ള ദൈവ ദുലമാക്കളുടെ ഫത്വ നിങ്ങൾക്ക് ഇൻഷാല്ലാ പിന്നീട് വേറൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ലോക പണ്ഡിതന്മാർ അന്നും ഇന്നും സയ്യിദ് അലവി മാലിക്ക് അറിയാതെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മകൻ അഡ്മിഷൻ വാങ്ങാതെ ടൂറിസ്റ്റ് വിസയിൽ വന്നതായതുകൊണ്ട് അഡ്മിഷൻ വാങ്ങാതെ താമസം ദൈവത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, നെല്ലിപ്പുസ്തകം പഠിച്ചിട്ടുണ്ട്, നമ്മളെ സുനിവസ്ഥ പഠിച്ചിട്ടുണ്ട്, പൊൻവസ്ഥ പഠിച്ചിട്ടുണ്ട്. അവതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വാദഗതി മറ്റൊക്കെ അവർ കുന്തി എന്ന വിവരം നിങ്ങൾക്ക് അറിയില്ല. പഠിക്കാൻ പഠിച്ചാൽ അറിയൂലേ? അതെ, പഠിച്ച അറിഞ്ഞു അറിയാൻ പക്കം പിന്നെയാണ് എതിർത്തിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ എതിർക്കുന്നത്. പഠിച്ചെടുത്തത് നേരെ മറിച്ച് 40 പഠിച്ചു. ഞാനോട് പറഞ്ഞു ഞാൻ സത്യസമാപ്തിയാകുന്നത് വരെ എന്തിട്ടില്ല, തെബിലിക്കാൻ എതിർത്തിട്ടില്ല, എവിടെ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾ നല്ലൊക്കെ പറഞ്ഞല്ലോ. പിന്നെ അവിടെ പോയി പഠിച്ചു, ബോധ്യപ്പെട്ടു മാത്രമല്ല ഞാൻ ഉദ്ധരിച്ചത് ചിന്തിക്കും. അതുപോലെ നമുക്ക് ഞാൻ ഉദ്ധരിച്ചു. അത് പഠിച്ചപ്പോഴാണ് പഠിച്ചോട് ഞാൻ മറുപടി പറയുന്നില്ലേ അതൊന്നും ശരിക്കുന്നതേ. അപ്പൊ ഏതായിരുന്നാൽ അങ്ങനെ പഠിച്ച അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇതുപോലെ വ്യക്തമായി ചിലപ്പോൾ ഒരു ഭാഗം മനസ്സിലാക്കി അവർ മഹത്വം കണ്ടിട്ടുണ്ടാകണം. അതേസമയത്ത് അവർക്ക് ഇന്ന വാദങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കി ആ വാദം നിർത്തി വെച്ച് ഇതൊക്കെ നല്ല വാദം തന്നെയാണ്, അതുകൊണ്ട് എല്ലാവർക്കും അവർ മഹാന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ സാധാരണ ചോദ്യം അതായത് ഞങ്ങൾ നേതാക്കന്മാരെ പുകഴ്ത്തിയത് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ സദസ്സിലുണ്ടല്ലോ, അപ്പം എന്താണത്? അത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും എല്ലാത്തിനും വശം അറിയണമെന്നില്ല. അപ്പൊ അറിയാതെ പറഞ്ഞിട്ടുണ്ട്, അത് ആ പറഞ്ഞതായിരിക്കണം എന്ന് അർത്ഥം. അല്ലെങ്കിലോ ഇനി അറിഞ്ഞാൽ തന്നെ ഈ വശത്തിൽ അവർക്ക് നല്ല കഴിവാണ്. പിന്നെ കുറിച്ചതാണ് പറഞ്ഞത് എന്ത് ഇല്ലല്ലേ എല്ലാവരും പറയൂലേ. അതേസമയത്ത് ഇത്യാദി വിഷയം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ അത് സത്യത്തിൽ ഉള്ളതില്ല. ഇപ്പൊ പ്രവർത്തനം പറഞ്ഞത് നല്ല വേഷമാണ്, അല്ല പ്രവർത്തനം നല്ലതാണ്. പല്ല് തേക്കലും ഞാൻ പറഞ്ഞ 10 അംഗീകരിച്ചതല്ല. നിങ്ങൾ ആ ചെയ്യുന്ന ശരിയല്ല.
നിസ്കരിക്കാൻ പോകുക. അപ്പൊ നാലാളെ വിളിക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, സംസാരിക്കുക. അല്ല ഞാൻ പറയാനോ അതിൻ്റെ 10 പേര് അംഗീകരിച്ചു എന്നല്ല. പക്ഷെ ആ ശൈലിയിലൂടെ മുന്നോട്ട് ലാസ്റ്റ് എത്തിക്കുന്ന ആശയം അത് പേഴ്ചകളാണ്. ആ പേഴ്ച തിരുത്തി തന്നാലും നമുക്ക് തിരുത്താം. അവിടെ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു, തെളിവും പറഞ്ഞു. ഇവിടെ ആശയം ശരിയായിട്ട് വസ്ത്രം നല്ലതാണെന്നോ പിന്നെ പല്ലിയേക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. ജാഹിദുൽ കൗസരി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, ثم يأتي دور إخواننا من اليهود من الهنود من أهل السنة. അഹ്ലുസുന്നയുടെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് 2 പേജ് പറഞ്ഞിട്ട് പറഞ്ഞു ഇവർ അഹ്ലുസുന്നയാണ്. തുർക്കി ഖിലാഫത്തിലെ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന ഷെയ്ഖ് സാഹിദുൽ കൗസരി, ഒരാളെ പറ്റി അഹ്ലുസുന്ന എന്നുള്ള കിതാബ് വായിക്കാതെ നിങ്ങളുടെ നേതാക്കൾ പറയോ? അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിയുന്നുണ്ട്, നിങ്ങളുടെ പൈസ നമുക്ക് മുതലായിട്ടുണ്ട്. അവിടെ 20% ആളുകൾ ബാക്കിയുണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നീട്ടിക്കൊണ്ടത് നമുക്ക് ഞാൻ പറയുന്നത് ദൈവബന്ധ നേതാക്കൾ സമസ്ത സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ വലിയ ആശയം തിരിയില്ല. തിരിഞ്ഞ ശേഷമാണ് പിന്നീട് ചെയ്തത് അത് തിരുത്തിയത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഉള്ളുകളിലും അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് പത്തപ്പിരിയെ നബീനെ പറ്റി നല്ലത് പറഞ്ഞിട്ട് പറയും. പക്ഷെ ആശയം പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുക. അപ്പൊ അത് ആ രീതിയിൽ ഒരു വശത്ത് അതിന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആശയപരമായ വൈകല്യങ്ങളിൽ അത് കണ്ണു കാണിച്ചിട്ടുണ്ട്. ആ വൈകല്യങ്ങളാണ് ഗ്രന്ഥങ്ങൾ നേരത്തെ ഞാൻ വിശ്വാസമെടുത്തു മരിച്ചപ്പോൾ ക്ലിപ്പ് ധാരാളം കിട്ടത്. അതിനെ കുറിച്ച് അഭിപ്രായങ്ങളാണ് അറിയേണ്ടത്.